നമസ്കാരം. ടൈം പാസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ടൈം പാസിൽ എന്നോടൊപ്പം അതിഥിയായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു താരമാണ് സോന നായർ. നമുക്ക് സോന നായരെ സ്വാഗതം ചെയ്യാം ടൈം പാസിലേക്ക്. സ്വാഗതം. പതിവ് ചോദ്യങ്ങളൊന്നുമില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം നല്ല വിശേഷം. ദൈവം സഹായിച്ചിട്ട് നല്ല വിശേഷത്തിലാണ് പോകുന്നത് ജീവിതം. നല്ല വിശേഷത്തിൽ പോകുന്നു. ഇലക്ഷൻ കഴിഞ്ഞു. ആര് ജയിക്കും? ഭാഗ്യമുള്ളവർ ജയിക്കും. ഭാഗ്യമുള്ളവർ ജയിക്കും. ഭാഗ്യം സ്ഥാനാർത്ഥികൾക്ക് മാത്രം പോരാ, ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ ഈ ജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ജയിപ്പിച്ച് വിടുന്നവരുടെ കൂടെ ഭാഗ്യമാണ്. ആര് ജയിച്ചാലും ഞങ്ങളുടെയും കൂടെ അതൊരു ഭാഗ്യമായിരിക്കണം. തീർച്ചയായിട്ടും അതാണ് എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ ഈ 23-ാം തീയതി വരെയുള്ള കാത്തിരിപ്പ് ലോങ് ആയിപ്പോ അല്ലേ? എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. എല്ലാ പ്രാവശ്യം അത്ര വരാനുണ്ടോ? ഏതാണ്ട് ഒരു മാസം തന്നെ വരും. കാരണം ബാക്കി എല്ലാ സ്ഥലത്തും അപ്പൊ എല്ലാം ഫുൾ തീർന്ന് വരുമ്പോഴത്തേക്കും പക്ഷെ എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഗസ്സൊക്കെ ഉണ്ട്. കാരണം എനിക്ക് അങ്ങനെയൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും വളച്ചു പിടിക്കേണ്ട കാര്യം വരുന്നില്ല. ഒക്കെ മനസ്സിലുണ്ട്. കാരണം രാഷ്ട്രീയമൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ എനിക്കൊന്നും ഒരു കലാകാരി എന്ന നിലയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയം കല തന്നെയാണ് അല്ലേ? തീർച്ചയായും അത് കഴിഞ്ഞുള്ള രാഷ്ട്രീയം എല്ലാവരുടെ മനസ്സിലുണ്ട്. എനിക്കൊന്ന് കലമാതിരി ഒരാളെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനം വേറെ ഇല്ല. അതൊക്കെ ഈശ്വരന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. കലാകാരിയായിട്ട് ജീവിക്കാൻ ജനിച്ചത് അങ്ങനെ ആയിരിക്കാം. ജനിച്ചതും ഒരു കലാകാരിയായിട്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഈ ലെവലിലേക്കൊക്കെ വന്നതെന്ന് തോന്നുന്നു. പക്ഷെ ജീവിക്കുന്ന ഒരു കലാകാരി എന്നുള്ളൊരു അഭിമാനമുണ്ട്. അതിലുപരി പ്രാർത്ഥനയും ഈശ്വരനോട് എപ്പോഴും കടപ്പെട്ടതാണ്. അതൊരു വലിയ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു 30 വർഷത്തിലധികമായി. അറൗണ്ട് 1991-ലാണ് 87-ല് ഞാൻ അറിയാതെ പോയ സത്യം മികച്ച മൂവിയായിരുന്നു. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ടൊരു ഷൂട്ട് അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ പ്രയർ ഉണ്ടായിരുന്നു. എന്തൊക്കെ അപ്പോ അതില് അന്ന് ആ ഫിലിമില് ഒരു അസംബ്ലി ഷൂട്ട് ചെയ്യാൻ ഞാൻ എത്തിയില്ല. ഞാനിവിടെ പ്രയറിൽ പെട്ടുപോയി. അപ്പൊ അങ്ങനെ വെച്ചൊക്കെ നോക്കുമ്പോൾ ആദ്യമായിട്ട് എന്റെ ഫേസിൽ ക്യാമ്പ് വെച്ചത് ശ്രീജിത്ത് മോഹനാണ്. എന്ന് വേണമെങ്കിൽ പറയാം. അന്നൊന്നും എനിക്ക് ഇവരൊന്നും അറിയത്തില്ല. അന്ന് കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ ഒരു ഷൂട്ട് ആയിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോ അങ്ങനെ ഒരു കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ സ്ക്രീനിൽ ആദ്യം എന്റെ മുഖം തെളിഞ്ഞത് ടി.പി. ബാലഗോപാലൻ. പിന്നെ അതേ ഡയറക്ടറിന്റെ തന്നെ പ്രൊഫഷണലി ഞാൻ വന്നത് 95-ൽ തുകൽക്കൊട്ടാരമില്ല മഞ്ജു വാര്യർ ആ ചിത്രത്തിലാണ് ഒരു തമ്പുരാട്ടിക്കുട്ടിയുടെ ക്യാരക്ടറായിട്ട് ഒരു സിനിമ ഇല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്നത്. അത് അറിയാതെ വന്നതും അതേ ഡയറക്ടറിന്റെ അറിഞ്ഞു വന്നതും തന്നെയാണ്. തീർച്ചയായും എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ സിനിമയിലേക്ക് എത്തണം പഠിക്കുന്ന കാലത്ത്? ഒരിക്കലും കേട്ടോ. അത് ഞാൻ ഒന്നുമില്ല, അഹങ്കാരം പറയുന്നതേ ഇല്ല കേട്ടോ. ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു ഏരിയയിലാണ് പഠിച്ചതൊക്കെ വേറെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എത്തിയത് ഇവിടെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞ ഒരു നിയോഗമാണ്, ഈശ്വരന്റെ ഒരു തീർച്ചയായിട്ടും. പിന്നെ ആരാകാനായിരുന്നു ആഗ്രഹം? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ബാങ്ക് മാനേജർ. ക്യാഷുമായിട്ട് ഡീൽ ചെയ്യുന്ന സംഭവമാണ്. അല്ല, എന്താണ് എനിക്ക് അതിന്റെ പിന്നിലെ രഹസ്യം എനിക്കറിയില്ല. ബാങ്ക് മാനേജർ, ബാങ്ക് ടെസ്റ്റ് ഒക്കെ ഞാൻ എത്രയോ എഴുതിയിട്ടുണ്ട്. കാരണം അതായിരുന്നു എൻ്റെ ഒരു ആംബിഷൻ, ബാങ്ക് മാനേജറായിട്ട് ഇരിക്കുക. ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റോ ഇല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഇരിക്കുന്ന ഒരു നല്ല ഒരു ഒഫീഷ്യൽ എന്നുള്ളതേ ഉണ്ടായിരുന്നു. മസിലൊന്നും പിടിക്കണമെന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു. അതൊക്കെ അതിന്റെ രീതികൾ അനുസരിച്ച് എന്തൊക്കെയാ ചോദിക്കണത്. അപ്പൊ അതായിരുന്നു ആഗ്രഹം. പക്ഷേ ബാങ്ക് മാനേജർ മാറിയിട്ട് ഞാൻ ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് എപ്പോഴും ആലോചിക്കുമ്പോൾ
അല്ല മീൻസ് ജനങ്ങളുടെ ഭാഗ്യം, കാരണം നിങ്ങളെ പോലെ നല്ലൊരു നടിയെ മലയാളത്തിൽ കിട്ടിയില്ലേ? ജനങ്ങളുടെ ഭാഗ്യം എന്നതിനപ്പുറമായിട്ടും എന്റെ ഭാഗ്യം, കാരണം ഒരുപാട് ഇത്തരം ഒരു ഇതില് വന്നതുകൊണ്ടാണല്ലോ ഇപ്പം ഈ ഡോഗയില് എങ്ങനെ വരുന്നു. ഒരു സാധാരണ ഒരു വീട്ടമ്മയായിട്ടോ ഒരു ബാങ്ക് മാനേജറായിട്ട് ഇരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുമോ? അപ്പൊ ഇത്തരം ഒരു അപ്പൊ ഇങ്ങനെ കുറെ സ്പേസ് കിട്ടുന്നു, ആൾക്കാരുടെ ഇടയിൽ റെക്കഗ്നേഷൻ കിട്ടുന്നു, ഒരുപാട് നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുന്നു, എവിടെയും നമുക്ക് പ്രയോറിറ്റി. അതൊക്കെ എന്ന് വെച്ചാൽ സോന നായർ എന്നുള്ളൊരു പേരിനല്ല കിട്ടുന്നത്, കലാകാരി എന്നുള്ളൊരു പേരിനാണ് കിട്ടുന്നത്. അപ്പം ലോകത്തുള്ള എല്ലാവരും, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയും നമ്മളെ അനുഗ്രഹിക്കുന്നവരും ആശംസ പറയുന്ന എല്ലാ പേർക്കും കലാഹൃദയം ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ആ ഒരു സ്പേസ് ഞങ്ങൾക്ക് തരുന്നത്. എല്ലാവരും കലാകാരാണ് കേട്ടോ, ഞാൻ മാത്രമല്ല. അമ്മ ടീച്ചറാണ്, അച്ഛൻ ഒരു പ്രവാസിയാണ്. അമ്മ ഏതായിരുന്നു സബ്ജക്ട്? അമ്മ മലയാളമായിരുന്നു. അപ്പം മലയാളത്തിന്റെ സാഹിത്യപരമായില്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ വായനാശീലമൊക്കെ ഉണ്ട്, വായിക്കും. പക്ഷെ അത്തരം ഒരു ലിറ്റററി എഴുത്തുകളോ അങ്ങനെ വർത്തമാനങ്ങളോ ഞാൻ വളരെ കൊളോക്കിലായിട്ടല്ലേ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായും വളരെ ഒരു എന്താ പറയാ ഒരു സെലിബ്രിറ്റിയുടെ യാതൊരു ജാടകവും ഇല്ലാതാണ് സംസാരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അല്ല, മൊത്തത്തിൽ പറയുകയാണ്, വളരെ കാഷ്വൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഇപ്പം ഈ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ അമ്മമാരൊക്കെ ഓടി വന്ന് സീരിയലിന്റെ കഥാപാത്രം വെച്ചിട്ട് ഇഷ്ടമാണ്. കാരണം എത്ര വർഷങ്ങളായി ഇപ്പം മിനി സ്ക്രീനിലാവട്ടെ ബിഗ് സ്ക്രീനിലാവട്ടെ ഒരുപാട് വർഷങ്ങളായി അറ്റ് ദ സെയിം ടൈം നമ്മൾ രണ്ടും ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീരിയൽ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കുറേ സീരീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പേര് തിയേറ്ററിൽ പോകാത്ത, ഒരുപാട് സിനിമാ ഹാൾസിൽ പോകാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് കൂടുതലും ടി വിയും ഒക്കെയാണ് ഈ വീട്ടമ്മമാർക്കും കുറച്ചിപ്പോ കുഗ്രാമങ്ങളിലേക്കോ അത്തരം ഒരു റിമോട്ട് ഏരിയയിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ടി വി പ്രോഗ്രാംസും ഒക്കെയാണ്. എന്തിനു പറയണം, ഞാൻ ലക്ഷദ്വീപിൽ ഇപ്പോൾ പോയപ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവിടുത്തെ ഒരു ഐലൻഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മളെയൊക്കെ അറിയോ എന്നുള്ളത് പോലും. കാരണം അങ്ങനെയായിരുന്നു. ലക്ഷദ്വീപിൽ പോയപ്പോ എൻ്റെ അമ്മ അവിടെ ഈ സിനിമാ ഹാൾസ് ഒന്നും ഇല്ലല്ലോ, ഫുൾ എല്ലാരും ഡിപ്പെൻഡ് ചെയ്യുന്ന ടി വിയാണ്. എൻ്റെ അമ്മ എന്തൊരു വാം വെൽക്കം ആയിരുന്നു അവിടെ. എനിക്ക് അറിയില്ല, ഞങ്ങളൊരു ട്രിപ്പായിട്ട് ഫാമിലി ട്രിപ്പായിട്ട് പോയതാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും ജനം, എനിക്കുള്ളൊരു സിനിമാ താരം വളരെ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന സിനിമാ താരങ്ങളായിരിക്കും. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ചെറിയ ക്യാരക്ടേഴ്സിലൊക്കെ വരുന്ന സിനിമാക്കാർ വന്നാൽ പോലും ഇത്ര ആൾക്കാർക്ക് ഇത് വരില്ല. പക്ഷേ സീരിയസിൽ വർക്ക് ചെയ്യുന്ന ആര് വന്നാലും അവരിങ്ങനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ഐലൻഡിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ. അപ്പം സ്നേഹം ഭയങ്കരമായിരിക്കും. ഹെവി ആയിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ നമുക്ക് കുറെ അതിശയങ്ങൾ ഇത്തരം കാര്യം ഏരിയയിലൊക്കെ ഒരുപാട് അതിശയങ്ങളും അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്നല്ല, കാരണം ഈ പറയും നേരത്തെ ചോദിച്ചപ്പോൾ അമ്മമാരുടെ സ്നേഹം ഇതാരാ കുടിക്കാത്തത്? ഒരു നോർമൽ ഹ്യൂമൻ ബീങ്, ഇപ്പൊ നമ്മളെല്ലാം നോർമൽ ആണെന്ന് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം അപ്പാർട്ട് ഫ്രം ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നോർമൽ ഓഫീസ് ഗോയിങ് ഒരു വ്യക്തിക്ക് കിട്ടുന്നതാണ്. അല്ലല്ല, ഒരിക്കലല്ല. ഒരിക്കലും ഇത്രയും ഒരു സ്നേഹം കിട്ടില്ല. കിട്ടുമായിരുന്നു ലോൺ കൊടുക്കുന്നവരുടെ, ബാങ്കിൽ വന്ന് ഡീൽ ചെയ്യുന്നവരുടെയൊക്കെ ഒരു സ്നേഹം കിട്ടുമായിരുന്നു. പക്ഷെ ഈ ലോകത്തെമ്മാനും ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോഴാവട്ടെ ഹെയർ ഹോസ്റ്റസ് എനിക്ക് ആക്ച്വലി ഒരു വലിയൊരു ഇത് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ലോകയില് വന്ന ഫ്ലൈറ്റില് ക്യാബിൻ ക്രൂ ഒക്കെ മലയാളീസ് ആയിരുന്നു. അപ്പം ഇവരെല്ലാരും വന്നിട്ട് എന്നെ അകത്ത് വിളിച്ചിട്ട് പോയിട്ട് ഫോട്ടോസ് എടുക്കലും ബഹളം. എന്റെ അടുത്ത് ചോദിച്ചു കോക്പിറ്റ് കാണോ എന്നൊക്കെ ചോദിച്ചു. അവനെ വേണ്ട, കുഴപ്പമില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, എന്തിനാ പറയുക. അപ്പം അതങ്ങനെയൊക്കെ. അപ്പൊ ഇത് ഒന്ന് ഇപ്പൊ ഇന്നലെ നടന്ന സംഭവം അല്ല, ആക്ച്വലി ഇവിടെ വന്നപ്പോ നടന്നതല്ല. പല ഫ്ലൈറ്റ്സിലും കയറുമ്പോഴത്തേക്ക് ഈ ശരിക്കും മലയാളികളാണെങ്കിൽ പിന്നെ അവര് തന്നെ ബാക്കി നോർത്ത് ഇന്ത്യൻ ക്രൂവിനൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ശരിക്കും നോർത്ത് ഇന്ത്യൻ ക്രൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2-3 എത്രയാണെന്ന് കൃത്യം ഓർക്കുന്നില്ല. ഹിന്ദി സിനിമയിലും വെച്ചിട്ടുണ്ട്. 4-5 മൂവി ചെയ്യും. 5 മൂവിയില്ല. ഹിന്ദി അറിയാം. ഹിന്ദി അറിയാം മീൻസ് ഇപ്പൊ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോ പ്രോംപ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് നമ്മളെല്ലാം ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത്, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഹിന്ദി ആയതുകൊണ്ട് ഈസിയാണ്. പിന്നെ അല്ലാതെ ഇപ്പൊ നമ്മള് നോർമൽ മലയാളം ഒക്കെ സംസാരിക്കുന്ന പോലെ പിന്നെ വീട്ടില് ആരൊക്കെയാണ്? വീട്ടില് ഞാനും ഹസ്ബൻഡ് സിനിമാറ്റോഗ്രാഫറാണ് ഉദയൻ അമ്പാടി. പുള്ളിയുടെ ഒരു മൂവിയിലാണ് ഇപ്പൊ ഞാൻ അടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ജഗദീഷ് ശ്രീകുമാർ ചേട്ടൻ
തിരിച്ചു വരുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു. നല്ലൊരു ഒരുപാട് റിവ്യൂ മീൻസ് Okay. ആർട്ടിക്കിൾസ് അതെ, അതെ, വന്നതാണ്. അതെ. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഒരു മൂവി, അതാണ് ആ മൂവിയാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേര് വന്നിട്ട് എന്താണ്, കബീറിന്റെ ദിവസങ്ങൾ, ഡേയ്സ് ഓഫ് കബീർ എന്നാണ്. അപ്പം അമ്പിളിച്ചേട്ടൻ അതിനകത്തൊരു നല്ല കഥാപാത്രം ചെയ്യാണ്. ഇത്രയും വർഷത്തിന് ശേഷം ഒരു എങ്ങനെയുണ്ട്? കാരണം നമ്മള് എന്താ പറയാ, പുറമേ നിൽക്കുന്നവർക്ക് ആർക്കും ജഗദീഷ് ശ്രീകുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര അടുത്തറിയില്ല. അപ്പൊ നിങ്ങള് എങ്ങനെയുണ്ട് ഇപ്പൊ അമ്പിളിച്ചേട്ടൻ? ഒരുവിധം ചേട്ടൻ ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിന്നെ പഴയൊരു അമ്പിളിച്ചേട്ടന്റെ ഒരു രീതിയിൽ വരണം എന്നാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. തീർച്ചയായിട്ടും. പക്ഷെ അതിന് എന്താ പറയണ്ടേ, കാലക്രമേണ മെഡിക്കേഷൻസ് ഒക്കെ ഹെവിയായി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ വരും. പക്ഷെ ഇപ്പം ആക്ച്വലി ഒരു സിനിമയുടെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ അത്തരം ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അമ്പിളിച്ചേട്ടന് വേണം. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ആൾക്കാരുമായിട്ടൊക്കെ മിംഗ്ലിങ് ചെയ്യണം, ഒരുപാട് എല്ലാവരുമായിട്ട് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കണം, ആള് സംസാരിച്ചൊക്കെ തുടങ്ങണം. പിന്നെ പഴയ പാട്ടുകളൊക്കെ നിറയെ പാടും മീൻസ് ഭയങ്കര വോയിസ് ഇല്ല, ഹസ്കി ഇതില് എല്ലാ പഴയ പാട്ടുകളുടെയും ലിറിക്സ് അറിയാം. എന്താ പറയാ, ഭയങ്കര എനിക്ക് അതൊക്കെ ഭയങ്കര അതിശയം തോന്നിയിരുന്നു. ഞാൻ ഇടയ്ക്ക് പിന്നെ ഒരു ഫാമിലിയും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് അത് ഈ കലാകാരന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു എത്ര പേരുടെ പ്രാർത്ഥനയായിരിക്കും. അയ്യോ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അമ്പിളിച്ചേട്ടൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരുന്ന സമയത്ത് പോലും ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. കാരണം എപ്പോഴും ലൊക്കേഷനിലുള്ള ആ ഒരു ഫണ്ണിങ് മൊമെന്റ്സും ഇല്ലെങ്കിൽ സീന് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അതിശയിച്ച് നിൽക്കുന്ന രീതിയിലുള്ള എപ്പോഴും ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ ലൊക്കേഷനിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കോമഡി താരങ്ങൾ എന്ന് പറയും. കോമഡി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കോമഡി എന്ന് പറയാം. അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയല്ല, ഞാൻ സോ കോൾഡ് ഈ കോമഡി താരങ്ങളെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം പോലും അറിയില്ല. ലൊക്കേഷൻ അത്ര ഫണ്ണിയായിരിക്കും. അപ്പൊ അമ്പിളിച്ചേട്ടൻ അങ്ങനെയാണ്. അമ്പിളിച്ചേട്ടൻ ഒരു ഭയങ്കര ബുദ്ധിയുള്ള ഒരു നടനാണ്. ഭയങ്കര സംസാരങ്ങളെല്ലാം ഭയങ്കര വിറ്റിയായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് ആലോചിച്ച് ചിന്തിച്ചിരുന്ന് ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഭയങ്കര ബുക്കിഷാണ് ആള്, നല്ല നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ രണ്ടാം വരവ് നമ്മളെല്ലാരും ആ ഒരു മൂവിയാണ്. പുറത്തിറങ്ങാൻ പോകുന്ന അടുത്ത ചിത്രം ഏതാണ്? 4-5 മൂവീസ് അണ്ടർ പ്രൊഡക്ഷൻ ആണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക. അപ്പം അതൊക്കെ വരും. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിയമ്പിള്ള രാജേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയാണ്. അരുൺ മുത്തുമണി ആക്ടേഴ്സ് ഉണ്ടല്ലോ, ആക്ടറുടെ ഹസ്ബൻഡ് അരുൺ ഡയറക്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് ഫൈനൽസ്. അതൊരു സ്പോർട്സ് മൂവി. ഹീറോ വന്നിട്ട് നിരഞ്ജൻ, രാജേട്ടന്റെ മകൻ തന്നെയാണ്. ഹീറോയിൻ രജിഷ വിജയൻ. ഇപ്പം വളരെ ജൂൺ എന്ന് പറയുന്ന സിനിമ നായകൻ മണിയമ്പിള്ള ചേട്ടന്റെ മകൻ നിരഞ്ജൻ. പിന്നെ സുരാജ് വെഞ്ഞാറമൂട് ഏറ്റവും അച്ഛനും മകളുടെയും ഒരു സ്റ്റോറിയാണ്. സ്പോർട്സ് സബ്ജക്റ്റ് ആണെങ്കിലും സുരാജിനാണ് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള സ്പേസ് ഉള്ളത്, സ്ക്രീൻ സ്പേസ് ഹെവി. നമ്മളൊരു സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ ഈ സ്പോർട്സ് ടോപ്പിക്കായിട്ട് വരുന്നത് ഭയങ്കര ഹിറ്റായി മാറാറുണ്ട്. അത് ഏത് ഭാഷയാണെങ്കിലും, ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ഹിറ്റിലേക്ക് ഇത് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് ഒരു സൈക്ലിസ്റ്റിന്റെ സബ്ജക്റ്റ് ആണ്. നമുക്ക് മലയാളത്തിൽ അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. സ്പോർട്സ് സബ്ജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാൽ കൂടിയും ഒരു സൈക്ലിസ്റ്റിന്റെ സബ്ജക്റ്റ് വന്നിട്ടില്ല. അപ്പം അത് നമ്മളെല്ലാവരും ഹോപ്പ്ഫുള്ളി ഇരിക്കുന്ന ഒരു മൂവിയാണ്. അതിന് അത്രയും സ്ട്രെയിനും ഉണ്ട്, ഹെവി സ്ട്രെയിൻ ആയിട്ടുള്ള വർക്കും ഒക്കെയാണ് അതിന്റെ പിന്നിൽ. സ്പോർട്സ് സബ്ജക്റ്റ് പിന്നെ അറിയാലോ, മൊത്തത്തിൽ സ്ട്രെയിൻ ആണ് ടെക്നീഷ്യൻസിന് ആവട്ടെ, വർക്ക് ചെയ്യുന്നവർക്ക്. പിന്നെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പല കഥാപാത്രങ്ങളായി അരങ്ങിൽ വന്നിട്ടുണ്ട്. കാത്തിരിക്കുന്ന കഥാപാത്രം ഏതാണ്? ഇനി എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന കഥാപാത്രം? ഒന്നുമില്ല, എല്ലാം ചെയ്തു. അങ്ങനെയില്ല, നമുക്ക് ഒരു പെർട്ടിക്കുലർ കഥാപാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രം ഉണ്ട്, എവിടെയോ ഹിഡനായിട്ടുള്ള ഒരു ക്യാരക്ടർ പുള്ളിക്കുണ്ട്, അത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ചുറ്റിലും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പം ഏതാ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നതെന്നും അറിയാൻ പറ്റുന്നില്ല. നമുക്ക് ഇന്നതാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്നും പറയാം. ഏത് കിട്ടിയാലും മാക്സിമം കൊടുക്കുക. ഏത് കിട്ടിയാലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏത് കിട്ടിയാലും കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു കംപ്ലീറ്റ് ആക്ടർ. നോട്ട് എ കംപ്ലീറ്റ് ആക്ടർ എന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം എന്തും കൊടുക്കാൻ പറ്റുന്ന ഒരു
ഒരു ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്നിലും അതിനകത്ത് ദൈവം നിക്ഷിപ്തമാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മാക്സിമം നമ്മൾ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു മലയാളി പ്രേക്ഷകരുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഞാനൊരു മലയാളി പ്രേക്ഷകനാണ്. 2 കൈ നീട്ടി സോന നായർ എന്ന നടിയെ സ്വീകരിച്ചതിന് പിന്നിൽ അതാണ്. കാരണം ഏതൊരു റോൾ ചെയ്താലും അതിനകത്ത് മാക്സിമം കൊടുക്കാറുണ്ട്. എനിക്ക് ഇപ്പൊ വരുമ്പോഴൊക്കെ അത് നമ്മുടെ അടുത്ത് അപ്രോച്ചബിൾ ആകുന്ന ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇത് ചെയ്യാൻ പറ്റുമോ, എന്നിലെ ഫിസിക്ക് അത് നടക്കുമോ, എന്നിലെ ചില മാനറിസംസ് ഒക്കെ അത് ഓക്കെ ആവുമോ, ആ ക്യാരക്ടറിന് പറ്റിയതാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് മാത്രമേ ഞാൻ കൈ കൊടുക്കാറുള്ളൂ. അല്ലാത്തത് കയറിയിട്ട് ചെയ്യാറില്ല. കാരണം നമ്മൾ എന്തോ ഒരു സാധനം എടുക്കുന്നത് ഹെവി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രെയിൻ ഹെവിയാണ്. കയ്യിൽ എടുക്കാൻ പറ്റാത്തത് എടുക്കരുത് എന്നുള്ള ഒരു കൂട്ടത്തിലുള്ളതാണ്. എപ്പോഴും അതൊരു ഫാൻസി ഡ്രസ്സായി പോവും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീൽ ഉള്ളൊരു. ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ജോലി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീ ടൈം എന്നുള്ളൊരു സാധനമില്ല. ഫ്രീ ടൈം എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ മറ്റൊരു ജോലിയിൽ നിന്ന് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, പാട്ട് കേൾക്കും, വേറെ എന്തെങ്കിലും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും, വായിക്കും. ഈ വായന എന്നൊക്കെ പറയുന്നത് ഒരു ജോലി തന്നെയാണ് അല്ലേ? എനിക്കങ്ങനെയാ തോന്നിയിട്ടുണ്ട്. അതൊരു ജോലിയാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ വീടിന്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുന്നത്, വീട് വൃത്തിയാക്കി വെക്കുന്നത് ജോലിയാണ്. ഒട്ടും ജോലിയില്ലാതെ ഉറക്കമാണ്. ഉറക്കത്തിൽ നമ്മൾ ഉറങ്ങുന്നു, എന്നാലും നമ്മുടെ ആന്തരിക അവയവങ്ങൾ ജോലിയിരിക്കുന്നു. ഇപ്പൊ ജോലി ഇല്ലാത്തൊരു ദിവസമുണ്ട്. അപ്പൊ എല്ലാവരും, നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മൾ എല്ലാവരും ജോലിക്കാരാണ്. നന്നായി ചെയ്യും. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? എനിക്ക് ഇഷ്ടമുള്ളത് ബട്ടർ ചിക്കനാണ്. ബട്ടർ ചിക്കൻ കഴിക്കാനാണോ ഉണ്ടാക്കാനോ വട്ടെ ലൈക്ക് എന്താ കഴിക്കാനും ഒക്കെ. ബട്ടർ ചിക്കൻ ഭയങ്കര ഹെവിയാണ്. അതിന്റെ കൂടെ ചപ്പാത്തിയോ റൊട്ടി എന്ത് വേണമെങ്കിലും. നാടൻ വിഭവങ്ങളില് മീൻ കറി, കപ്പ, അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എല്ലാം ലിറ്റിൽ ഫുഡാണ് കഴിക്കുന്നതൊക്കെ. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കും. പായസം ഏറ്റവും ഇഷ്ടം. സ്വീറ്റ് ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്. അത് ഒഴിഞ്ഞിട്ടുള്ള ഒരു വിശേഷം, അതും ഒരു ജോലിയാണ്. സ്വീറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഫ്രിഡ്ജിലും കണ്ടെയ്നേഴ്സിലൊക്കെ സ്വീറ്റ്സുകൾ അടുക്കി വെക്കുക എന്നുള്ളത്. പക്ഷെ എന്റെ ശരീരത്തിന്റെ എന്താ പറയണ്ട, നിങ്ങൾ കാണുന്ന ഈ രൂപങ്ങളെല്ലാം സ്വീറ്റ്സിൽ അടിമപ്പെട്ടതോ. അപ്പൊ അതാണ്. എന്താ പറയാ, നമ്മുടെ പ്രേക്ഷകരോട് സ്ഥിരം പറയാറുണ്ട്, എന്നാലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാറുണ്ട്? പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഈ സ്നേഹം എന്നും ഉണ്ടാവണം. നിറയെ വിഷസ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം എപ്പോഴും നമ്മുടെ വർക്കിലൊക്കെ ഉണ്ടാവണം. ഞങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ് ഞാൻ. വളർത്തണം. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ടൈം പാസിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രശസ്ത സിനിമാ താരം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സോന നായരാണ്. അപ്പം സോന നായരുടെ പുതിയ പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. എല്ലാ പ്രൊജക്റ്റുകളും എന്താ പറയുക, തൊട്ടതെല്ലാം പൊന്നാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന. ഒപ്പം ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ ടൈം പാസിന്റെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കലാമണ്ഡലം ഖത്തറാണ്. ഖത്തറിലെ ഏറ്റവും പ്രശസ്തമായ ആർട്ട് സ്കൂളാണ് കലാമണ്ഡലം ഖത്തർ. വിദഗ്ധരായ ഫാക്കൽറ്റികളെ വെച്ചിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയ ഒരു ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കലാമണ്ഡലം ഖത്തറിൽ നിങ്ങളുടെ കുട്ടികളെ പല കോച്ചിങ്ങിനായിട്ട് വിടാവുന്നതാണ്. അപ്പം കലാമണ്ഡലം ഖത്തറിനുമുള്ള ഒരു നന്ദി ടൈം പാസിന്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. വീണ്ടും പുതിയ ഒരു അതിഥിയുമായിട്ട് പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു വെരി മച്ച്.